Hi all. അപ്പൊ ഇന്ന് മിസ് പറയാൻ പോകുന്നത് അഡ്വാൻസ്ഡ് കൺട്രോൾ തിയറി അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ കൺട്രോൾ സിസ്റ്റത്തിൽ തന്നെ ലാസ്റ്റ് മൊഡ്യൂൾ വരുന്ന സ്റ്റേറ്റ് സ്പേസ് അനാലിസിസ് ആണ്. ഇതൊരു എസ്എ ക്വസ്റ്റൻ ആണ്. അപ്പോൾ ആക്ച്വലി ഞാൻ എൻ്റെ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ഞാൻ സ്റ്റേറ്റ് സ്പേസ് അനാലിസിസ് ആണ് ആദ്യം ഇടുന്ന വീഡിയോ. സ്റ്റേറ്റ് സ്പേസ് അനാലിസിസ് ആണ്. ഓൾറെഡി ഞാനത് ചെയ്തിട്ടുള്ളതാണ്. അതിന്റെ കൺട്രോളബിലിറ്റി, ഒബ്സർവബിലിറ്റി, കൽമാൻസ് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഞാൻ ഒന്നുകൂടി 2 years ബാക്ക് ഒന്നുകൂടി ചെയ്യാൻ പോവാ. അപ്പോൾ പഴയ വീഡിയോയുടെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. അതിൽ നന്നായിട്ട് ഞാൻ തിയറി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇത് അങ്ങനെ തിയറി അല്ല പറയാൻ ഉദ്ദേശിക്കുന്നത്, ന്യൂമറിക്കൽ ചെയ്യാനാണ് പോകുന്നത്. സ്റ്റേറ്റ് സ്പേസ് അനാലിസിസിന്റെ ന്യൂമറിക്കൽ ചെയ്ത ട്രാൻസ്ഫങ്ഷൻ, അവിടെ ട്രാൻസ്ഫങ്ഷൻ കാണുന്നു, ഇവിടെ സ്റ്റേറ്റ് വേരിയബിൾ കണ്ടുപിടിക്കുന്നു. അപ്പൊ നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ പറയാനുള്ളത് സ്റ്റേറ്റ് സ്പേസ് അനാലിസിസ്, വൈ ഷുഡ് വി ചൂസ് സ്റ്റേറ്റ് സ്പേസ് അനാലിസിസ്? അങ്ങനെ ഒരു ക്വസ്റ്റൻ ഉണ്ടല്ലോ. എന്തിനാണ് നമ്മൾ അത് എടുക്കുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ സ്റ്റേറ്റ് സ്പേസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് എന്നുള്ള ക്വസ്റ്റ്യന്റെ ആൻസർ, നോർമലി കൺട്രോൾ സിസ്റ്റം പഠിക്കുമ്പോൾ ട്രാൻസ്ഫർ ഫങ്ഷൻസ് നമ്മൾ യൂസ് ചെയ്യും. ട്രാൻസ്ഫങ്ഷൻ യൂസ് ചെയ്ത്, ദാറ്റ് മീൻസ് എന്താ പറയുക, ഇപ്പോൾ ഒരു മെഷീൻസിന്റെ കേസിൽ നമ്മൾ എഫിഷ്യൻസി എന്ന് പറയുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഗെയിൻ എന്ന് പറയുന്നു. അതുപോലെയുള്ള ഒരു ടേമാണ് കൺട്രോൾ സിസ്റ്റത്തിൽ ട്രാൻസ്ഫർ ഫങ്ഷൻ. ട്രാൻസ്ഫങ്ഷൻ ലാപ്ലേസ് ഓഫ് ഔട്ട്പുട്ട് ടു ദ ലാപ്ലേസ് ഓഫ് ഇൻപുട്ടിന്റെ റേഷ്യോ ട്രാൻസ്ഫർ ഫങ്ഷൻ എന്ന് പറയും. പക്ഷേ എല്ലാ കാര്യങ്ങളും എപ്പോഴും നമുക്ക് ട്രാൻസ്ഫങ്ഷനിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഓക്കെ, എല്ലാ കാര്യങ്ങളും ട്രാൻസ്ഫങ്ഷനിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇപ്പൊ ഇന്ന കേസ് ഒരു മെഷീന്റെ ഇൻസൈഡിലുള്ള ഗെയിൻസോ എഫിഷ്യൻസിയോ ലോസസോ ഇതൊന്നും തന്നെ നമുക്ക് ട്രാൻസ്ഫങ്ഷൻ യൂസ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റില്ല. ട്രാൻസ്ഫങ്ഷൻ ബേസിക്കലി ലാപ്ലേസ് ഓഫ് ഔട്ട്പുട്ട് ബൈ ലാപ്ലേസ് ഓഫ് ഇൻപുട്ട്. ഔട്ട്പുട്ടും ഇൻപുട്ടും തമ്മിലുള്ള റേഷ്യോ ഈസ് ട്രാൻസ്ഫങ്ഷൻ. അപ്പൊ അതിനെയെല്ലാം ഓവർകം ചെയ്ത് നമുക്ക് കുറച്ചുകൂടി എഫിഷ്യന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റേറ്റ് സ്പേസ് അനാലിസിസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റേറ്റ് സ്പേസ് അനാലിസിസ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഇനി സ്റ്റേറ്റ് സ്പേസ് അനാലിസിസ് അസൈൻ ചെയ്യും, അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? ഹിയർ ഓൾസോ വി ഷുഡ് ഹാവ് സം ടേംസ് കോൾഡ് ദി ഇൻപുട്ട് ഔട്ട് ദി സ്റ്റേറ്റ് വേരിയബിൾ. സ്റ്റേറ്റ് വേരിയബിൾ എന്താണ്? സ്റ്റേറ്റ് വേരിയബിൾ എന്ന് ഞാൻ ഡിഫൈൻ ചെയ്ത് എഴുതിയിട്ടുണ്ട്. എ സെറ്റ് ഓഫ് വേരിയബിൾ ദാറ്റ് ക്യാൻ ബി ഡിസ്ക്രൈബ് ദ സിസ്റ്റം അറ്റ് എനി ഇൻസ്റ്റന്റ് ഓഫ് ടൈം. ഏതൊരു ടൈം ഇൻസ്റ്റന്റിലും നമുക്കൊരു സെറ്റ് ഓഫ്, അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിനെ, ഒരു കൺട്രോൾ സിസ്റ്റത്തിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ കഴിഞ്ഞാൽ ദാറ്റ് ദ വേരിയബിൾസ് വിച്ച് വി യൂസ് ഫോർ ദാറ്റ് പർപ്പസ് ഇസ് ദ സ്റ്റേറ്റ് വേരിയബിൾ. ഒരു സിസ്റ്റത്തിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന വേരിയബിൾസ് അറ്റ് എനി പെർട്ടിക്കുലർ ഇൻസ്റ്റന്റ് ഓഫ് ടൈം, ഏതൊരു ടൈമിലും നമ്മൾ ഒരു സിസ്റ്റത്തിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന വേരിയബിൾ ഇസ് ദ സ്റ്റേറ്റ് വേരിയബിൾ. അപ്പൊ ബേസിക്കലി ഇത് ഞാൻ മെയിൻ ആയിട്ട് ന്യൂമറിക്കലാണ് പറയുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സിമ്പിൾ ആയിട്ട് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊരു കൺട്രോൾ സിസ്റ്റം ആണെങ്കിൽ ഇൻപുട്ട് ഉണ്ട്, ഔട്ട്പുട്ട് ഉണ്ട്, സ്റ്റേറ്റ് വേരിയബിൾ ഉണ്ട് എന്നല്ലേ പറഞ്ഞത്. ഇൻപുട്ട് ബി റെപ്രസെന്റഡ് ആസ് യു ഓഫ് ടി. നിങ്ങൾ വേണമെങ്കിൽ എഴുതിക്കോ. യു ഓഫ് ടി എന്ന് പറയുന്നത് ഇൻപുട്ട്, വൈ ഓഫ് ടി എന്ന് പറയുന്നത് നമ്മുടെ ഔട്ട്പുട്ട്. ഓക്കെ, യു ഓഫ് ടി എന്ന് പറയുന്ന ഇൻപുട്ട്, വൈ ഓഫ് ടി എന്ന് പറയുന്ന ഔട്ട്പുട്ട്, ദെൻ എക്സ് ഓഫ് ടി എന്തായിരിക്കും? ഇറ്റ് ഷുഡ് ബി ദി സ്റ്റേറ്റ് വേരിയബിൾ. ഓക്കെ, ഇതിനെയാണ് നമ്മൾ സ്റ്റേറ്റ് വേരിയബിൾ എന്ന് പറയുന്നത്. എക്സ് ഓഫ് ടി ബി ദ സ്റ്റേറ്റ് വേരിയബിൾ. കിട്ടിയോ? ഒരു കൺട്രോൾ സിസ്റ്റം തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇൻപുട്ട് യു ഓഫ് ടി ആണ്, ഔട്ട്പുട്ട് വൈ ഓഫ് ടി ആണ്, ആൻഡ് എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റേറ്റ് വേരിയബിൾസ് ആണ്. കിട്ടിയല്ലോ? അപ്പൊ ഇനി നമ്മൾ ഡയറക്ട്ലി ഒരു ന്യൂമറിക്കലിലേക്ക് പോവാണ്. ഇവിടെ ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ കൺസ്ട്രക്ട് ദ സ്റ്റേറ്റ് മോഡൽ. ഇത് നമ്മുടെ ട്രാൻസ്ഫങ്ഷൻ കണ്ടുപിടിക്കുന്ന സെയിം ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അങ്ങനെ തന്നെയാണ് ക്വസ്റ്റ്യൻസ് വരിക. അവിടെ ട്രാൻസ്ഫങ്ഷൻ എന്ന് ചോദിക്കും, ഇവിടെ നമ്മളോട് സ്റ്റേറ്റ് വേരിയബിൾ എന്ന് ചോദിക്കും. ഫൈൻഡ് ദ സ്റ്റേറ്റ് മോഡൽ എന്ന് പറയും. അപ്പൊ നമ്മൾ സ്റ്റേറ്റ് വേരിയബിൾസ് യൂസ് ചെയ്ത് സ്റ്റേറ്റ് മോഡൽ അസൈൻ ചെയ്യുക, കണ്ടുപിടിക്കുക, ഫൈൻഡ് ഔട്ട് ചെയ്യുക. അതാ ചെയ്യാനുള്ളത്. അതിന് എന്താ ചെയ്യാനുള്ളത് വെച്ചാൽ, ലൈക്ക് ദി നമ്മുടെ ട്രാൻസ്ഫങ്ഷൻ പ്രോസസ് പോലെ, ഫസ്റ്റ് യു ഷുഡ് ഫൈൻഡ് ഔട്ട് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഗവേണിംഗ് ദി, ഇപ്പൊ നമുക്ക് 2 മാസ് കമ്പണന്റ് ആണുള്ളത് അല്ലെ. അപ്പൊ ഈ 2 മാസ് കമ്പണന്റിന്റെയും ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് കണ്ടുപിടിക്കുക. അത് സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. ആദ്യം തന്നെ എന്ത് ചെയ്യണം? കൺസ്ട്രക്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, കൺസിഡർ ദ ഫസ്റ്റ് മാസ് M1, കൺസിഡർ M1 കൺസിഡർ ചെയ്യുക. എന്നിട്ട് M1ലുള്ള പിക്ചർ വരയ്ക്കുക. M1ൽ എന്തൊക്കെ കമ്പണന്റ് വരുന്നുണ്ട് എന്നുള്ള പിക്ചർ വരയ്ക്കുക. ഇവിടെ എഫ് ഓഫ് ടി, K1, B1, ദെൻ M1ന്റെ മാസ് കമ്പണന്റ് വരും അല്ലെ.
അപ്പൊ എഫ് ഓഫ് ടി എന്നൊരു അപ്ലൈഡ് ഫോഴ്സ് ഫസ്റ്റ് ബോഡിയിൽ കിടപ്പുണ്ട്. ദാറ്റ് ഈസ് എഫ് ഓഫ് ടി, then എഫ് എം വൺ, then എഫ് ബി വൺ ആൻഡ് എഫ് കെ വൺ ആണല്ലോ. കെ വൺ ബി വൺ എഫ് ഓഫ് ടി എഫ് എം വൺ ആൻഡ് ദ ഡിസ്പ്ലേസ്മെന്റ് ബി വൈ വൺ. എക്സ് അല്ല വൈ ആണ് തന്നിരുന്നത്. സ്റ്റേറ്റ് വേരിയബിൾ നമ്മൾ എക്സ് എടുക്കുമ്പോൾ സ്റ്റേറ്റ് മോഡൽ കണ്ടുപിടിക്കാൻ വരുന്ന ഫംഗ്ഷൻസിന്റെ ട്രാൻസ്ഫംഗ്ഷൻ കണ്ടുപിടിക്കാനുള്ള വേരിയബിൾസ് എക്സ് വൈ ആയിരിക്കും. ഓക്കെ, വൈ ആയിരിക്കും. അപ്പൊ ഇവിടുന്ന് നമുക്ക് എങ്ങനെ എഴുതാം? എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എഫ് എം വൺ പ്ലസ് എഫ് ബി വൺ പ്ലസ് എഫ് കെ വൺ. ഞാൻ വലിയ കാര്യമായിട്ട് എഴുതുന്നില്ല, ഡയറക്ട്ലി ഇക്വേഷൻ എഴുതി പോകുന്നേ ഉള്ളൂ. That is f of t is equal to m1 into d square mass component, force acting on the mass component, which is directly proportional to acceleration. Appo m1 into displacement and acceleration ലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേന് d square കണക്ട് ചെയ്യുമ്പോൾ d square y by dxt dt square എന്ന് കിട്ടും അല്ലേ. dt square plus b1 ഉം k1 ഉം കോമൺ കമ്പണൻസ് ആണ്. അപ്പൊ y1 ന്റെയും y2 ന്റെയും ഇഫക്ട്സ് ഉണ്ട്. ബിക്കോസ് k1 ഉം b1 ഉം നമ്മൾ m1 ലും m2 ന്റെയും മിഡിൽ ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. കണക്റ്റഡ് ആണ്, കോമൺ ആണ്. സോ b1 into d by dt ഓഫ് കൺസിഡർ ചെയ്യുന്ന y1 മൈനസ് മറ്റേത് y2 പ്ലസ് k1 into y1 മൈനസ് y2. അപ്പൊ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടുമ്പോ m1 into d സ്ക്വയർ y1 by dt സ്ക്വയർ പ്ലസ് b1 dy1 by dt minus b1 dy2 by dt plus k1 y1 minus k1 y2. This is the ഇവിടെ നമുക്ക് equation number 1 കൊടുക്കാം, and this is the equation number 2, which is b the differential equation governing the first. നമുക്ക് ആകെ differential equations മതി, ലാപ്ലേസ് വേണ്ട. അപ്പൊ രണ്ട് മാസ് കമ്പണന്റിന്റെ differential equations മാത്രം മതി. ഇത് വേണോട്ടോ. ഇനി ഇതുപോലെ അടുത്ത ഡിഫറൻഷ്യൽ ഇക്വേഷൻ എഴുതാം. കൺസിഡർ മാസ് m2. അപ്പൊ m2 ന്റെ പിക്ചറിൽ എന്തൊക്കെ വരും? 5 ഫോഴ്സ് ഉണ്ട്. k1 b1 ആണ്, k1 b1 k2 b2 അല്ലേ. പിന്നെ f m2 ആദ്യം വരും, then f k1 f b1 f b2 f k2 and f b2 having the displacement y2 ആണല്ലോ. എന്തില്ല? അപ്ലൈഡ് ഫോഴ്സ് ഇല്ല. അപ്ലൈഡ് ഫോഴ്സ് ഏതെങ്കിലും ഒരു സിസ്റ്റത്തിന് മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നിട്ടാണ് നമ്മൾ കണക്ട് ചെയ്ത് ലാപ്ലേസ് എടുത്തിട്ട് എന്ത് കണ്ടുപിടിക്കുന്നത്? ട്രാൻസ്ഫംഗ്ഷൻ കണ്ടുപിടിക്കുന്നത്. ഇവിടെ ഇപ്പൊ നമുക്ക് ഫസ്റ്റ് മാസ് ബോഡി കമ്പണന്റിൽ മാത്രമേ, അല്ലെങ്കിൽ ഫസ്റ്റ് ഫ്രീ ബോഡി മാസ് കമ്പണന്റിൽ മാത്രമേ നമുക്ക് അപ്ലൈഡ് ഫോഴ്സ് എഫ് ഓഫ് ടി ഉണ്ടായിരുന്നുള്ളൂ. അഗെയിൻ ഇവിടെ ഇങ്ങനെ പറയുമ്പോൾ അപ്ലൈഡ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു 0. ദാറ്റ് ഇസ് ഇക്വേഷൻ എങ്ങനെ വരും? എഫ് എം ടു പ്ലസ് എഫ് ബി വൺ പ്ലസ് എഫ് ബി ടു പ്ലസ് എഫ് കെ വൺ പ്ലസ് എഫ് കെ ടു കിട്ടുമല്ലോ. എഫ് കെ വൺ പ്ലസ് എഫ് കെ ടു എന്ന് കിട്ടും. അതില് എം ടു എന്ന് പറയുന്നത് എന്താണ്? എം ടു ഇൻറ്റു ഡി സ്ക്വയർ വൈ ടു ബൈ ഡി ടി സ്ക്വയർ അല്ലെ. വൈ ടു ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ബി വൺ ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് second body minus first body, because we are considering right now the second mass body, that is y2 minus y1 b1 plus b2 directly connected to ഒരു end point ആണ്. അതുകൊണ്ട് അത് മാത്രമേ വരത്തുള്ളൂ. that is b2 into dy2 by dt then plus അങ്ങടെ തന്നെ എഴുതാം, കാണാലോ. പ്ലസ് b1 എഴുതി b2 എഴുതി k1 എഴുതണം. k1 into y2 minus y1 plus k2 y2 ആണല്ലോ. ഇനി ഇതിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് മാറ്റിയുള്ളതും കൂടെ കാണിക്കാം. ദാറ്റ് ഇസ് m2 into d square y2 by dt square plus b1 dy2 by dt minus b1 dy1 by dt plus b2 dy2 by dt plus k1 y2 minus k1 y1 plus k2 y2. This is equation number 3 and this is equation number 4. Okay, this is equation number 4. ഇവിടെ നമുക്ക് we need only the two equations like equation number 2 and the equation number 4.
ഈ രണ്ട് ഇക്വേഷൻസ് മാത്രം നമുക്ക് മതി. ഇനി ഈ രണ്ട് ഇക്വേഷൻസ് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റേറ്റ് സ്പേസ് അനലൈസ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ സ്റ്റേറ്റ് മോഡൽ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് കിട്ടിയ രണ്ട് ഇക്വേഷൻസും ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനിയാണ് സ്റ്റേറ്റ് വേരിയബിൾ മോഡൽ ചെയ്യാൻ പോകുന്നത്. അതെങ്ങനെയാന്ന് നോക്കോ. നമുക്ക് ഇവിടെ ഇപ്പൊ ഉള്ള ഈ വേരിയബിൾസിനെ നമുക്ക് എന്തെന്ന് പറയാം, നമ്മുടെ ഫിസിക്കൽ വേരിയബിൾസ് ആണ് അല്ലെ. നമ്മുടെ ഫിസിക്കൽ വേരിയബിൾസ് ആണ് ഈ y1 y2 dy1/dt, then എന്താണ് dy2/dt, d² റെപ്രസെന്റ് ചെയ്യുന്ന സെക്കൻഡ് ഡെറിവേറ്റീവ് എഴുതിയിട്ടുള്ളത്. ഈ വേരിയബിൾസിനെ, ഫിസിക്കൽ വേരിയബിൾസിനെ നമ്മുടെ സ്റ്റേറ്റ് വേരിയബിൾസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, റിലേറ്റ് ചെയ്യണം അല്ലെ, കണക്ട് ചെയ്യണം. സ്റ്റേറ്റ് വേരിയബിൾ ലൈക്ക് എക്സ് ഓഫ് ടി എന്ന് പറയുന്ന സ്റ്റേറ്റ് വേരിയബിൾസിലോട്ട് നമുക്ക് ഇവിടെ ഉള്ള ഈ ഫിസിക്കൽ വേരിയബിൾസിനെ എല്ലാം y1 y2 dy1/dt dy/dt പിന്നെ എന്താ d²y/dt എന്ന് പറയുന്ന ഇതിനെ എല്ലാം നമ്മൾ എക്സ് ഓഫ് ടിയിലോട്ട് നമ്മൾ കണക്ട് ചെയ്യാൻ പോവാ. അതെങ്ങനെ കണക്ട് ചെയ്യുന്ന ആദ്യമേ തന്നെ ഞാനിപ്പോ ഇവിടെ പറയാം. നോക്കിക്കോ, ഏതൊക്കെയാണ് നമുക്ക് ഇവിടെ ഉള്ളതെന്ന് ആദ്യം ചെക്ക് ചെയ്ത്, എന്തൊക്കെ വേരിയബിൾസ്, അതായത് എന്തൊക്കെ ഫിസിക്കൽ വേരിയബിൾസ് നമുക്ക് ഇവിടെ ഉണ്ട് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, ഉള്ള ഫിസിക്കൽ വേരിയബിൾസ് എന്ന് പറയുന്നത് y1 എന്നൊരു വേരിയബിള്, y2 എന്നൊരു വേരിയബിൾ, then dy1/dt, then dy2/dt, പിന്നെ ഏതാ ഉള്ളത് d²y1/dt dt² and d²y2/dt² എന്ന് കിട്ടി അല്ലെ. ഇതിനെയെല്ലാം നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു, സ്റ്റേറ്റ് വേരിയബിളിലേക്ക് കണക്ട് ചെയ്യാൻ പോകും. ഈ തന്നിട്ടുള്ള എല്ലാ വേരിയബിൾസിനെയും നമ്മൾ സ്റ്റേറ്റ് വേരിയബിളിലേക്ക് കണക്ട് ചെയ്യാൻ പോവാം. അതെങ്ങനാന്ന് വെച്ചാൽ ഞാൻ ഇത്ര നേരം പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്റ്റേറ്റ് വേരിയബിൾസ് ആർ റെപ്രസെന്റഡ് ആസ് എക്സ് ഓഫ് ടി അല്ലെങ്കിൽ x1 of t, x2 of t, x3 of t, എക്സെട്ര അപ് ടു xn of t എന്ന് പറയുന്നതാണ് നമ്മുടെ സ്റ്റേറ്റ് വേരിയബിൾ. അതിനെ നമ്മൾ എങ്ങനെ അസൈൻ ചെയ്യും എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ ഫിസിക്കൽ വേരിയബിൾ y1ന് എനിക്ക് x1 എന്ന് കൊടുക്കാം, y2ന് എനിക്ക് x2 എന്ന് കൊടുക്കാം. കൊടുത്തല്ലോ, y1 is equal to x1 and y2 is equal to x2. ഇനി നിങ്ങൾ ഒരു കാര്യം നോക്കണേ, മിസ് ഇങ്ങോട്ട് എഴുതി കാണിക്കാം. y1 is equal to x1 ആണ് and y2 is equal to x2 ആണ്. ഇനി അടുത്ത നമ്മുടെ ഫിസിക്കൽ വേരിയബിൾ dy1/dt ആ. ദാറ്റ് ഈസ് ഇതിനെ dy1/dt എന്ന് പറഞ്ഞാൽ ഈ തന്നിട്ടുള്ള വേരിയബിളിനെ നമ്മൾ എന്ത് ചെയ്തു, ഫസ്റ്റ് ഡെറിവേറ്റീവ് എഴുതി. അതിനെ ഇപ്പൊ മിസ് അസൈൻ ചെയ്യാണ് x3 എന്ന് കൊടുത്തു. ഓക്കെ, ഈ dy1/dt നെ ഞാൻ x3 എന്ന് കൊടുത്തു. ലൈക്ക് ദ സെയിം dy2/dt is equal to ഞാൻ x4 എന്ന് കൊടുത്തു. ഓക്കെ, അപ്പൊ നിങ്ങൾ തിങ്ക് ചെയ്യും, അങ്ങനെയാണെങ്കിൽ d²y2/dt d²y1/dt x5 x6 അല്ല. സ്റ്റേറ്റ് വേരിയബിൾസ് യൂസ് ചെയ്ത് നമ്മുടെ സ്റ്റേറ്റ് മോഡൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് സ്പേസ് അനാലിസിസ് നമ്മൾ ഡോട്ട് പ്രോഡക്റ്റ് പറയുന്നത്. ഡോട്ട് പ്രോഡക്റ്റ് മീൻസ് ദ ഡെറിവേറ്റീവ് പ്രോഡക്റ്റ് ആണ് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഇത് നമ്മുടെ സ്റ്റേറ്റ് വേരിയബിൾസ് ആണ്. പക്ഷെ നമ്മൾ സ്റ്റേറ്റ് സ്പേസ് അസൈൻ ചെയ്ത് വരുമ്പോൾ നമ്മുടെ ആ സ്റ്റേറ്റ് വേരിയബിൾസ് എങ്ങനെ മാറണം, നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്ന സ്റ്റേറ്റ് മോഡൽസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഡെറിവേറ്റീവ് പ്രോസസ്സിലാണ് കിടക്കുന്നത്. അതായത് ഇപ്പൊ നമുക്ക് dy1/dt is equal to x3 എന്നില്ലേ മക്കളെ, ഉണ്ട്. ഇനി ഇതിന്റെ അടുത്ത ഡെറിവേറ്റീവ് ഏതാണ്, d²y1/dt² അല്ലെ. d²y1, ഈ ഫസ്റ്റ് ഡെറിവേറ്റീവിന്റെ അടുത്ത ഡെറിവേറ്റീവ്, അതായത് സെക്കൻഡ് ഡെറിവേറ്റീവ് എടുത്തപ്പോൾ d²y1/dt² എന്ന് കിട്ടിയില്ലേ, വിച്ച് ഈസ് അസൈൻഡ് ആസ് നമ്മൾ x3. നമ്മൾ മാത്സിൽ ചെയ്യുന്നതാണെങ്കിൽ x3 ഡാഷ് എന്ന്, അല്ലെങ്കിൽ നമുക്ക് എന്തെന്ന് കൊടുക്കാം, ഇവിടത്തെ ബേസിസിൽ x3 ഡോട്ട് എന്ന് കൊടുക്കാം. ഓക്കെ, x3യുടെ ഡെറിവേറ്റീവ് x3 ഡോട്ട്. അങ്ങനെയാണെങ്കിൽ dy2/dt എന്താ, dy2/dt² നമ്മുടെ അടുത്ത ഡെറിവേറ്റീവ് x4 ഡോട്ട് എന്ന് കൊടുക്കും. x4 ഡോട്ട് മേളില് വേരിയബിളിന്റെ മേളില് ഡോട്ട് നോട്ടാ. ഇനി ഡയറക്ട്ലി നിങ്ങൾക്ക് y1 ഉം y2 തന്നിട്ടുള്ള വേരിയബിളിലെ ഫസ്റ്റ് y1 ഉം y2 ഉം then dy1 ഉം dy1/dt dy2/dt നിങ്ങൾക്ക് x1 x2 x3 x4 എന്ന് തന്നെ കൊടുക്കാം. അതിൽ മാറ്റമൊന്നുമില്ല. എല്ലാ ക്വസ്റ്റിനും നിങ്ങൾക്ക് അങ്ങനെ x4 വരെ കൊടുക്കാം. അത് കഴിഞ്ഞ് സെക്കൻഡ് ഡെറിവേറ്റീവ് വരുന്നതിൽ മാത്രം നിങ്ങൾ ഡോട്ട് അസൈൻ ചെയ്യാൻ മതി. അതായത് ഡെറിവേറ്റീവ് എടുത്തിട്ട് റെപ്രസെന്റ് ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾ തിങ്ക് ചെയ്യും, ഇപ്പൊ അങ്ങനെയാണെങ്കിൽ x3 ഡോട്ടും x4 ഡോട്ടും അല്ലേ കിട്ടിയുള്ളൂ, x1 ഡോട്ടും x2 ഡോട്ടും കിട്ടിയില്ലല്ലോ എന്ന്. ഇത് ലാസ്റ്റ് അസൈൻ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമ്പോൾ എങ്ങനെയാണ് നമ്മളത് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഹിയർ ഇറ്റ് ഈസ് x3 ഡോട്ട് and here it is x4 dot. ഇതുവരെ കിട്ടിയല്ലോ, എഴുതിയെടുക്കണേ.
അസൈൻ ചെയ്ത ടേംസ് എല്ലാം എടുത്തെഴുതി. എന്നിട്ട് അഗെയിൻ അവിടെ ഉണ്ടായിരുന്ന ഇക്വേഷൻ നമ്പർ 3, അതായത് നമ്മുടെ ഫസ്റ്റ് ഫ്രീ ബോഡി ഡയഗ്രത്തിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇക്വേഷൻ നമ്പർ 3, റൈറ്റ്? ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഞാൻ എഴുതി. ഇനി എന്താ ചെയ്യാനുള്ളത്? നമ്മള് ഇവിടെ എഴുതിയിട്ടുള്ള സ്റ്റേറ്റ് വേരിയബിൾസ് അസൈൻ ചെയ്തിട്ടില്ലേ ഫിസിക്കൽ വേരിയബിൾസിന്, ആ ഫിസിക്കൽ വേരിയബിൾസിന്റെ എല്ലാ സ്റ്റേറ്റ് വേരിയബിൾസും മാറ്റി എഴുതണം. ആൻഡ് അപ്പൊ നിങ്ങൾ തിങ്ക് ചെയ്യും എഫ് ഓഫ് ടി മിസ് എഴുതിയില്ലല്ലോ എന്ന്. എഫ് ഓഫ് ടി എന്ന് പറയുന്ന ഇൻപുട്ട് അല്ലേ? ഇൻപുട്ട് ഞാൻ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്ന പറഞ്ഞ യു ആയിട്ട് റെപ്രസെന്റ് ചെയ്യുക അല്ലെങ്കിൽ യു ഓഫ് ടി ആയിട്ട് റെപ്രസെന്റ് ചെയ്യും എന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഈ തന്നിട്ടുള്ള എഫ് ഓഫ് ടിനെ യു ഓഫ് ടി എന്ന് റെപ്രസെന്റ് ചെയ്യാം. ദാറ്റ് ഈസ് ഇവിടെ നമുക്ക് യു ഓഫ് ടി ഈസ് ഈക്വൽ ടു m1 ഇൻറ്റു ഡി സ്ക്വയർ y1 ബൈ ഡി ടി സ്ക്വയറിനെ എങ്ങനെ എഴുതാനാ പറഞ്ഞേക്കുന്നത്? x3 ഡോട്ട് കൊടുക്കണം അല്ലെ? x3 ഡോട്ട് b1 ഇൻറ്റു ഡി y1 ബൈ ഡി ടി x3 എന്ന് കൊടുത്തു, മൈനസ് b1 ഇൻറ്റു ഡി y2 ബൈ ഡി ടി ഈസ് x4 പ്ലസ് k1 x1 y1 ന് x1 കൊടുക്കുക മൈനസ് k2 സോറി മൈനസ് k1 x2 കൊടുത്തല്ലോ? കൊടുത്തു. ഇനി നിങ്ങൾ എന്താ ചെയ്യാനുള്ളത്? ഞാൻ ഇപ്പൊ തൊട്ട് മുന്നേ എക്സ്പ്ലെയിൻ ചെയ്തപ്പോ പറഞ്ഞല്ലോ, നമ്മളിവിടെ ട്രാൻസ് ഫംഗ്ഷൻ ലാസ്റ്റ് ആൻസർ അവിടെ എഴുതുന്ന പോലെ ഇവിടെ സ്റ്റേറ്റ് മോഡൽ ആ എഴുതുന്നത്. ദാറ്റ് ഈസ് x1 ഡോട്ട് x2 ഡോട്ട് x3 ഡോട്ട് x4 ഡോട്ട് എന്ന് ആൻസർ കിട്ടാനുള്ളത്. ദാറ്റ് മീൻസ് ഇതിൽ നിന്ന് നമ്മൾ എന്താ കണ്ടുപിടിക്കാനുള്ളത്? ഈ x3 ഡോട്ട് വേണം കണ്ടുപിടിക്കാൻ. അങ്ങനെ x3 ഡോട്ട് എങ്ങനെ കണ്ടുപിടിക്കും? ഇതെല്ലാം സബ്ട്രാക്ട് ചെയ്തിട്ട് നോക്കിക്കോ. ഇപ്പൊ മിസ് എഴുതുക m1 x3 ഡോട്ട് മാത്രം മതി. അതിന് ഞാനിപ്പോ ഇക്വേഷന് ഡയറക്റ്റ് എടുത്തു. m1 x3 ഡോട്ട് ഇസ് ഈക്വൽ ടു u ഓഫ് ടി മൈനസ് b1 x3 മൈനസ് b1 x4 പ്ലസ് k1 x1 പ്ലസ് അല്ല സോറി മൈനസ് k1 x1 പ്ലസ് k1 x2 കണ്ടുപിടിക്കാൻ പറ്റാ x3 ഡോട്ട് എന്ത് കിട്ടും? u of t by m1 മൈനസ് b1 x3 by m1 പ്ലസ് b1 x4 by m1 മൈനസ് k1 x1 by m1 പ്ലസ് k1 x2 by m1. കിട്ടിയോ? ഇത് x3 ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത് എന്താ ചെയ്യാനുള്ളത്? നമ്മുടെ ഇക്വേഷൻ നമ്പർ 4, അതായത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഗവേണിംഗ് ദ സെക്കൻഡ് ബോഡി കമ്പണന്റിന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എഴുതുക. അവിടുത്തെ ഫിസിക്കൽ വേരിയബിൾസിനെ കൺവേർട്ട് ചെയ്ത് എന്ത് കൊടുക്കണം? സ്റ്റേറ്റ് വേരിയബിൾ കൊടുക്കണം. അപ്പൊ നമുക്ക് ചെയ്യാം. കണ്ടല്ലോ, ഇപ്പൊ ഞാൻ ഇക്വേഷൻ നമ്പർ 4 ഇവിടെ എഴുതിയിട്ടിട്ടുണ്ട്. ഇനി നമ്മുടെ സ്റ്റേറ്റ് വേരിയബിൾസ് അസൈൻ ചെയ്യാൻ പോവാ. 0 ഇസ് ഈക്വൽ ടു 0 തന്നെയാ. m2 ഇൻറ്റു ഡി സ്ക്വയർ y2 ബൈ ഡി ടി സ്ക്വയർ എന്താ കൊടുത്തേക്കുന്നത്? x4 ഡോട്ട് എന്നാ കൊടുത്തേക്കുന്നത് അല്ലെ? x4 ഡോട്ട് പ്ലസ് b1 ഇൻറ്റു ഡി y2 ബൈ ഡി ടി ബൈ ഡി ടി ഈസ് x4 മൈനസ് b1 ഇൻറ്റു ഡി y1 ബൈ ഡി ടി ഈസ് x3 പ്ലസ് b2 ഇൻറ്റു ഡി y2 ബൈ ഡി ടി അഗെയിൻ x4 പ്ലസ് k1 x2 y2 ന് x2 മൈനസ് k1 x1 പ്ലസ് k2 x2 കൊടുത്തല്ലോ. ഇവിടെ നിന്ന് എന്ത് കണ്ടുപിടിക്കാം? x4 ഡോട്ട് കണ്ടുപിടിക്കാം. x3 ഡോട്ട് x4 ഡോട്ടും വേണം. x4 ഡോട്ട് കണ്ടുപിടിക്കുമ്പോൾ ഡയറക്ട്ലി x4 ഡോട്ട് m2 x4 ഡോട്ട് എടുത്താല് എല്ലാം മൈനസ് വരും അല്ലെ? ഇത് ഞാൻ അങ്ങനെ തന്നെ റിമൈൻഡ് ചെയ്ത് അപ്പുറേ കൊണ്ടുപോവാ. അപ്പോ b1 x3 മൈനസ് b1 x4 ഇവിടെ പ്ലസ് ആയിട്ട് കിടക്കുന്ന അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് ആവും. അപ്പൊ ഞാനത് പോസിറ്റീവ് ആക്കി എഴുതിയത്. ഇത് മൈനസ് ആയതുകൊണ്ട് ഈക്വൽ ടുന് അപ്പുറം പോകുമ്പോൾ പ്ലസ് ആയിട്ട് കിട്ടുമല്ലോ. അതുകൊണ്ട് ഞാൻ ആദ്യം b1 x3 എഴുതിയതാട്ടോ. b1 x3 ഇത് പ്ലസ് കിടക്കുന്ന മൈനസ് b2 x4 മൈനസ് k1 x2 പ്ലസ് k1 x1 മൈനസ് k2 x2 കിട്ടിയല്ലോ. ദാറ്റ് ഈസ് x4 ഡോട്ട് ഈസ് ഈക്വൽ ടു b1 by m2 x3 മൈനസ് b1 by m2 x4 മൈനസ് b2 by m2 x4 മൈനസ് k1 by m2 x2 plus k1 by m2 x1 minus k2 by m2 x2. വേരിയബിളിന്റെ ഇക്വേഷൻ x4 ഡോട്ടും നമുക്ക് കിട്ടിയിട്ടുണ്ട്.
ഇനി എന്താ ചെയ്യാനുള്ളത്? ഇപ്പൊ x3 ഡോട്ടുമായി x4 ഡോട്ടുമായി, പക്ഷെ ഒരു സ്റ്റേറ്റ് മോഡൽ ഡിഫൈൻ ചെയ്യുമ്പം അത് 0 മുതൽ കറക്റ്റ് ഓർഡറിൽ ഇപ്പൊ ഈ ക്വസ്റ്റിനിൽ നമുക്ക് x4 ഡോട്ട് വരെ ഉള്ളൂ, കാരണം ആ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്തപ്പോ x3 ഡോട്ടും x4 ഡോട്ടും ആണ് കിട്ടിയത്. ദാറ്റ് മീൻസ് ആ ക്വസ്റ്റ്യനിൽ x4 ഡോട്ട് ആണ് ലാസ്റ്റ് എൻഡ് എന്ന് പറയുന്നത്, എക്സ്റ്റെൻസ് അപ് ടു x4 ഡോട്ട് ആണ്. പക്ഷെ അപ്പോഴും മക്കളെ നമുക്ക് എന്ത് കിട്ടിയിട്ടില്ല? x1 ഡോട്ടും x2 ഡോട്ടും കിട്ടിയിട്ടില്ല അല്ലെ? ആ x1 ഡോട്ടും x2 ഡോട്ടും എങ്ങനെ കണ്ടുപിടിക്കും എന്നാണ് അടുത്ത് പറയാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ഇത് എഴുതിയെടുക്കണം. വെറുതെ നോക്കി വീഡിയോ കണ്ടോണ്ടിരുന്നാൽ മനസ്സിലാവില്ല, ഇത് എഴുതി തന്നെ പോണം, എന്നാലേ മനസ്സിലാവുള്ളൂ. ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് എ 14 മാർക്സ് ക്വസ്റ്റൻ അല്ലെ? സ്റ്റേറ്റ് മോഡൽ എന്ന് പറയുന്ന 14 മാർക്സിന്റെ ക്വസ്റ്റൻ ആണ്. ഇവിടെ x3 ഡോട്ടും x4 ഡോട്ടും എഴുതിയിട്ടുണ്ട്, റീഅറേഞ്ച് ചെയ്തിട്ടുള്ള ചെയ്യാം. അതിന് മുന്നേ x1 ഡോട്ടും x2 ഡോട്ടും എങ്ങനെയാന്ന് പറയാം. ഇവിടെ നമ്മൾ ഫിസിക്കൽ വേരിയബിൾസിനെ സ്റ്റേറ്റ് മോഡൽ ആക്കി, സ്റ്റേറ്റ് വേരിയബിൾസ് ആക്കി അസൈൻ ചെയ്തപ്പോൾ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. x1 is equal to y1 and x2 is equal to y2. ഡെറിവേറ്റീവ് എടുത്തിട്ടാണ് നമ്മൾ ഡോട്ട് പ്രോഡക്റ്റ് അസൈൻ ചെയ്യുന്നത് അല്ലെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നിങ്ങളൊന്ന് തിങ്ക് ചെയ്തൊക്കെ, നമുക്ക് ഇതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് അങ്ങ് എടുത്താൽ dx1/dt is equal to dy1/dt എന്ന് കിട്ടില്ലേടാ? dx1 ഫസ്റ്റ് ഡെറിവേറ്റീവ്, ഈ ഇക്വേഷനെ രണ്ട് നമുക്ക് ഡെറിവേറ്റീവ് എടുക്കാം. അപ്പൊ dx1/dt is equal to dy1/dt. അതില് dy1/dt എന്ന് പറയുന്നത് x3 ആണെന്ന് നമുക്കറിയാം. നമ്മൾ അസൈൻ ചെയ്തതാ, dy1/dt is equal to x3 ആണെന്ന് നമ്മൾ ഇവിടെ ഓൾറെഡി അസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് എഴുതി. അപ്പൊ dx1/dt നമുക്ക് എന്തെന്ന് എഴുതാം? നമ്മൾ ഡോട്ട് കൊടുക്കണ്ടേ? അടുത്ത ഡെറിവേറ്റീവ് നമ്മൾ പറയുമ്പോൾ dx1/dt നമ്മൾ എന്തെന്ന് കൊടുത്തു? x1 ഡോട്ട് എന്ന് അസൈൻ ചെയ്തു. ഇപ്പൊ നമുക്ക് x1 ഡോട്ടും ആയി, x3 ഡോട്ടും ആയി, x4 ഡോട്ടും ആയി. ഇനി x2 ഡോട്ടാ, അതിന് x2 is equal to y2. അപ്പൊ again taking the differential equation, first order derivative എടുക്കുന്നു. dx2/dt is equal to dy2/dt, where dy2/dt എന്താണ്? x4 ആണ്. അത് അസൈൻ ചെയ്തു. പക്ഷെ ds2/dt എന്തായിരിക്കും? x2 ഡോട്ട്. ഡെറിവേറ്റീവ് വരുമ്പോ x2 ഡോട്ട്. ഇപ്പൊ നമുക്ക് x1 ഡോട്ടായി, x2 ഡോട്ടായി, x3 ഡോട്ടായി, x4 ഡോട്ടായി. സ്റ്റേറ്റ് മോഡൽ ക്യാൻ ബി എക്സ്പ്രസ്ഡ്. ഇപ്പൊ ഇവിടെ പറയാൻ പോകുന്ന സ്റ്റേറ്റ് മോഡൽ, ലാസ്റ്റ് സ്റ്റേറ്റ് മോഡൽ കിട്ടി. x1 ഡോട്ട്, x2 ഡോട്ട്, x3 ഡോട്ട്, x4 ഡോട്ട് കിട്ടി. വിച്ച് ഇസ് എക്സ്പ്രസ്ഡ് ആസ് ദ കോമ്പിനേഷൻ ഓഫ്, ദാറ്റ് മീൻസ് ദ സം ഓഫ് സ്റ്റേറ്റ് വേരിയബിൾ ആൻഡ് ഇൻപുട്ട്. സ്റ്റേറ്റ് വേരിയബിൾസിന്റെയും ഇൻപുട്ടിന്റെയും കോമ്പിനേഷൻ ആയിട്ടാണ് നമ്മൾ സ്റ്റേറ്റ് മോഡൽ എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, സ്റ്റേറ്റ് വേരിയബിളിന്റെയും ഇൻപുട്ടിന്റെയും കോമ്പിനേഷൻ ആണ് നമ്മുടെ സ്റ്റേറ്റ് മോഡൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സ്റ്റേറ്റ് വേരിയബിൾസ് എന്ന് പറയുന്നത് എന്താണ്? x1 x2 എന്ന് പറയുന്നതല്ലേ നമ്മുടെ സ്റ്റേറ്റ് വേരിയബിൾസ് എന്ന് പറയുന്നത്? എപ്പോഴും x1 x2 മാത്രമായിരിക്കില്ല. ഇപ്പൊ ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഓരോ കോൺസ്റ്റന്റ് x1 x2 x3യുടെ കൂടെ ഓരോ കോൺസ്റ്റന്റ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എനിക്ക് മിസ്സിന് പറയാൻ പറ്റും a11 x1 പ്ലസ് a12 x2 a12 x2 പ്ലസ് a13 x3 പ്ലസ് എക്സെട്ര അപ് ടു ഇൻപുട്ട് എന്ന് പറയുന്നത് b1 u1 ഓഫ് t പ്ലസ് b2 u2 ഓഫ് t എക്സെട്ര എന്നും പറഞ്ഞു പോകും അല്ലെ? അപ്പൊ ഇങ്ങനെ ഇത് നമ്മുടെ x1 ഡോട്ടാണ്, അത് നമ്മുടെ x1 ഡോട്ടാ. അടുത്ത നമ്മുടെ x2 ഡോട്ട് എന്ന് പറയുന്നതും ഇതുപോലെ തന്നെയായിരിക്കും. a21 x1 പ്ലസ് a22 x2 പ്ലസ് a23 x3 plus etc up to b2 u1 of t plus sorry b11 b21 ഇത് b1 b21 b11 ഉം b12 ഇവിടെ 21 ഉം 22 22 u of t ഇങ്ങനെ പോകും. അപ്പൊ ഇങ്ങനെ ഒരു ഇക്വേഷൻ വന്നാൽ നമ്മൾ അതിനെ റീഅറേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാ? മെട്രിക്സ് ഫോർമാറ്റില് x1 ഡോട്ട് x2 ഡോട്ട് എക്സെട്ര അപ് ടു xn ഡോട്ട് അല്ലേ? ഈക്വൽ ടു എങ്ങനെ എഴുതാം? a11 a12 a13 എക്സെട്ര അപ് ടു a1n, ഇവിടെ 2n 3n 4n. അത് എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് എക്സെട്ര അപ് ടു an1, ഇവിടെ ഇപ്പൊ a22 എക്സെട്ര അപ് ടു an2. ഇതിങ്ങനെ into x1 x2 എക്സെട്ര അപ് ടു xn പ്ലസ് എന്തായിരിക്കും വരുന്നത്? b11 b21 എക്സെട്ര അപ് ടു bn1 ഇൻറ്റു ഇവിടെ എന്ത് കൊടുക്കാം? ഞാൻ മൊത്തത്തിൽ u of t എന്ന് കൊടുത്തേ,
മൊത്തത്തിൽ യു ഓഫ് ടി എന്ന് കൊടുത്തു. ഈ ഫോമാറ്റിലായിരിക്കും നമ്മൾ എന്ത് റെപ്രസെന്റ് ചെയ്യുന്നത്, നമ്മുടെ സ്റ്റേറ്റ് മോഡൽ റെപ്രസെന്റ് ചെയ്യുന്നത്. മനസ്സിലായോ? ഇങ്ങനെയാണ് ഇത്. നിങ്ങൾക്ക് ഈ ന്യൂമറിക്കലിൽ വേണ്ട, ഞാൻ തിയറി പറഞ്ഞതാ, ന്യൂമറിക്കലിന്റെ ഇടയ്ക്ക് തിയറി പറഞ്ഞതാ. ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ്. ഇത് നോക്കിയിട്ട് നിങ്ങൾക്ക് അതിനെ ഫോമാറ്റ് മാറ്റാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഇപ്പൊ സിമ്പിൾ ആയിട്ട് പറഞ്ഞാല് നമ്മുടെ x1.x2.x3. എന്ന് പറയുന്നതെല്ലാം നിങ്ങൾ എവിടെ എഴുതണം? ആദ്യത്തെ ഈക്വൽ ടു അപ്പുറമുള്ള റൈറ്റ് സൈഡ് ബോക്സ് എഴുതുക. ഈക്വൽ ടു അപ്പുറം ഈ A11 A12 എന്ന് പറയുന്ന നമ്മുടെ x1ന്റെ x2ന്റെ കണക്കുന്ന കൂടെയുള്ള കോഎഫിഷ്യൻസ് അല്ലേ, അതായത് B1/M1 K/M ഇങ്ങനെയുള്ള വാല്യൂസ് ഇല്ലേ, അത് അവിടെ കൊടുക്കുക. എന്നിട്ട് x1 x2 ഇതിന്റെ കൂടെയുള്ള ഫിസിക്കൽ വേരിയബിൾസ് കൊടുക്കുക, പ്ലസ് ഇൻപുട്ട് ഉണ്ടെങ്കിൽ ആ വാല്യൂ യു ഓഫ് ടി കൊടുക്കുക. ഇതാണ് സ്റ്റേറ്റ് മോഡൽ അസൈൻ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് സ്റ്റേറ്റ് മോഡൽ എഴുതുക. x1.x3 ആൻഡ് x2.x4 കൊടുത്തല്ലോ. x3 കണ്ടുപിടിക്കാൻ ഏറ്റവും ഈസി ആയിട്ടുള്ളത് നമ്മുടെ x3.x4 ഇക്വേഷൻസ് എഴുതുക. അതിൽ നിന്ന് റീഅറേഞ്ച് ചെയ്യണം. അതായത് എന്താ, ഫിസിക്കൽ വേരിയബിൾ x1 x2 x3 മെട്രിക്സ് ഫോം അല്ലേ എഴുതാൻ. മെട്രിക്സ് നമുക്ക് കറക്റ്റ് റോ ബൈ കോളം അറേഞ്ച് ചെയ്യണമെങ്കിൽ കറക്റ്റ് ഓർഡറിലല്ലേ എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ ഞാനിപ്പോ എന്ത് ചോദിച്ചാൽ ഈ എഴുതിയേക്കുന്ന ഇക്വേഷൻ അങ്ങനെ തന്നെ എഴുതിയിട്ട് ചേഞ്ച് ചെയ്ത് x1 x2 വേരിയബിൾ ചേഞ്ച് ചെയ്ത് ഓർഡർ ആക്കാൻ പോവാണ്, റീഅറേഞ്ച് ചെയ്യാൻ പോവാണ്. അപ്പൊ നോക്കിക്കോ, x1 x2 x3 x4 ഈ ഓർഡറിലല്ലേ എഴുതാനുള്ളത്. അങ്ങനെ ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ നോക്കിക്കോ, അത് കഴിഞ്ഞിട്ട് വേണം യു പോകാൻ. അപ്പൊ ഈ ടേം ഇവിടെ എഴുതിയേക്കുന്ന ടേം ലാസ്റ്റ് പോകും. x1 ഏതാ? ഈ ടേമിനകത്ത്, ഈ ഇക്വേഷനകത്ത് x1 എന്ന് പറയുന്നത് ഇതാണ്, അതായത് -k1/m1 x1 -k1/m1 x2. x3 ഏതാ? -b1/m1 x3 plus b1/m1 x4 plus 1/m1 u of t. കിട്ടിയോ? പ്ലസ് 1/m1 u of t. ഇതുവരെ കിട്ടിയല്ലോ. ഇനി നമ്മൾ അടുത്ത് എന്താ ചെയ്യാനുള്ള? x1. x2. x3. അപ്പൊ ഇനി അടുത്തത് x4. ഫസ്റ്റ് you could write the equation right here. അതിനുശേഷം rearrange ചെയ്താൽ മതി. നോക്കിക്കോ, x1 വരുന്നത് ഏതാണ്? x4 is equal to k1/m2 x1. ഇനി x2 വരുന്ന ഏതൊക്കെയാ? ഇത് x2 വരുന്നുണ്ട്, ഇതും x2 വരുന്നുണ്ട്. അപ്പൊ കോമൺ ആക്കി കഴിഞ്ഞാൽ മൈനസ് കൊടുത്ത k1 പ്ലസ് k2, അപ്പൊ മൈനസ് കോമൺ ആയി. മൈനസ് അല്ലേ ഇവിടെ കൊടുത്തേ, m2 x2 ആയി. ഇനി x3 വരുന്നത് ഏതൊക്കെയാ നോക്കിക്കേ. x3 വരുന്ന ഒരു ടേമേ ഉള്ളൂ, പ്ലസ് b1/m2 x3. ഇനി x4 വരുന്ന ഏതൊക്കെയാ നോക്കിയാ, രണ്ട് മൈനസ്. അപ്പൊ മൈനസ് കോമൺ എടുത്താല് പ്ലസ് കൊടുക്കാം. b1ഉം b2, b1 പ്ലസ് b2/m2 x4, m2 x4. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? ഈക്വേഷൻ മായ്ക്കുന്നു. നമുക്ക് ആവശ്യമുള്ള ഇക്വേഷൻസ് മാത്രം മതി മക്കളെ, ആവശ്യമുള്ളത് മാത്രം മതി. ഓക്കെ അല്ലേ? ഇതുവരെ എഴുതിയല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റേറ്റ് മോഡൽസ് എഴുതാം. അപ്പൊ നോക്കാം എങ്ങനെയാന്ന്. സ്പേസ് തരികയെന്ന് അറിയില്ല, എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് എഴുതുക. x1. x2. x3. x4. ഒരു ബോക്സ് എഴുതിയിട്ടാ is equal to അടുത്ത കോൺസ്റ്റൻസ് എഴുതാം. x1ല് 1 2 3 എഴുതണ്ടേ, x3 ഉള്ളൂ. അപ്പൊ എന്താ എഴുതാം? 0 0 1 0. അടുത്ത് അതില് 0 0 0 1. എന്താ ഇവിടെ x1 x3 മാത്രം. അപ്പം x1 ഇല്ല, x2 ഇല്ല, x3 മാത്രം, x4 ഇല്ല. x2 x4 മാത്രം, ദാറ്റ് ഈസ് 0 0 0 x4 മാത്രം 1 കൊടുത്തു. ഇനി അടുത്ത് ഇവിടെ എല്ലാത്തിനും ഉണ്ട്. x3 എങ്ങനെ എഴുതാം? -k1/m1, ഇവിടെ k1/m1, അവിടെ -b1/m1, അവിടെ b1/m1. ഇനി x4 എന്തൊക്കെയാണുള്ളത്? k1/m1, k1/m2, x2ന് മൈനസ് ഓഫ് k1 പ്ലസ് k2/m2,
x3 b1 by m2, x4 minus b1 plus b2 by m2. ഇനി ഇവിടെ എന്താ അടുത്ത വേരിയബിൾസ്? ഇനി ഫിസിക്കൽ വേരിയബിൾ ആ കൊടുക്കാനുള്ള x1, x2, x3, x4. ഈ വേരിയബിൾസിന്റെ ബേസിസിൽ മെട്രിക്സ് കറക്റ്റ് ആയില്ലേ? അല്ലെ? x1 0, x2 0, x1 ഡോട്ടിന് x1 0, x2 0, x3 മാത്രം x3 ആയിട്ട് കിട്ടും. കിട്ടുമല്ലോ. പ്ലസ് എന്തും കൂടി കൊടുക്കണം, ഇൻപുട്ട്. ഇൻപുട്ട് ഏതിലാ കിടക്കുന്നേ? തേർഡ് ഇക്വേഷനിലാ കൊടുക്കുന്നത്. അപ്പൊ ഫസ്റ്റില് 0, സെക്കൻഡില് 0, ഇതില് 1/m1, ഇവിടെയും 0 ഇൻറ്റു എന്ത് കൊടുക്കണം? u of t. 0 0 u of t കൊടുത്തോ. ഓക്കെ ആണോ? ദിസ് ഇസ് സ്റ്റേറ്റ് മോഡൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് സ്പേസ് അനാലിസിസ്. ഇനി ഇവിടെ സ്റ്റേറ്റ് മോഡൽ അനലൈസ് ചെയ്തിട്ട് മേ ബി ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കാറുണ്ട്, റൈറ്റ് ദ ഔട്ട്പുട്ട് ഇക്വേഷൻ ആൻഡ് മെട്രിക്സ് ഫോം, അല്ലെങ്കിൽ റൈറ്റ് ദ ഔട്ട്പുട്ട് ഇക്വേഷൻ. ഔട്ട്പുട്ട് ഇക്വേഷൻ ഏതാ പറയുക? അപ്പൊ നിങ്ങൾ ചിന്തിക്കും സ്റ്റേറ്റ് മോഡൽ ഔട്ട്പുട്ട് അല്ലേ? സ്റ്റേറ്റ് മോഡൽ ഔട്ട്പുട്ട് ആണ്, സ്റ്റേറ്റ് മോഡൽ ആണ്. അതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ആദ്യം ഡിസ്ക്രൈബ് ചെയ്തില്ലായിരുന്നു. അപ്പൊ നമ്മൾ ട്രാൻസ്ഫങ്ഷൻ ഇൻപുട്ട് ഔട്ട്പുട്ട് ഫോമിൽ എഴുതുന്നത് അതുപോലെ എഴുതാനാണ് നമ്മൾ ഔട്ട്പുട്ട് ഇക്വേഷൻ എക്സും വൈയും യൂസ് ചെയ്ത് എഴുതും. ഇത് സ്റ്റേറ്റ് ആണ്, എല്ലാ കാര്യങ്ങളും കണ്ടുപിടിക്കാനുള്ളതാണ്. ഇൻസൈഡ് ദ മെഷീനകത്ത് ഡിവൈസിനകത്തുള്ളതൊക്കെ കണ്ടുപിടിക്കാനാണ് നമ്മൾ സ്റ്റേറ്റ് മോഡൽ അസൈൻ ചെയ്യുന്നത്. അപ്പൊ ഇനി എങ്ങനെയാണ് ഔട്ട്പുട്ട് ഇക്വേഷൻ എഴുതുന്നത്? സിമ്പിളാ. x1 is equal to y1 എന്ന് കൊടുത്തില്ലേ, x2 is equal to y2 എന്ന് കൊടുത്തില്ലേ, അത് തന്നെയാ. ഇനി ഇവിടെ നിന്ന് എങ്ങനെയാണ് ഔട്ട്പുട്ട് ഇക്വേഷൻ എഴുതുന്നതെന്ന് നോക്കോ. ഔട്ട്പുട്ട് y1 ഉം y2 അല്ലേ നമ്മുടെ ഔട്ട്പുട്ട്. ഔട്ട്പുട്ട് മെട്രിക്സിലോട്ട് റെപ്രസെന്റ് ചെയ്യുവാണേ. ഏതിനൊക്കെയുള്ളത്? x1-നുണ്ട്, അപ്പൊ 1 ഉണ്ട്. x2 ഉണ്ടോ? ഇല്ല. എത്ര വേരിയബിൾ? 4 വേരിയബിൾ. 0, x2 is equal to y2, അപ്പൊ അവിടെ ഉണ്ട് 0 0. നമ്മുടെ ഫിസിക്കൽ വേരിയബിൾസ് x1, x2, x3, x4. ഇതാണ് ഔട്ട്പുട്ട് ഇക്വേഷൻ. ട്രാൻസ്ലേഷൻ സിസ്റ്റം ആണ് ഞാൻ ചെയ്തത്, റൊട്ടേഷനിൽ ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് അർച്ചനാസ് അക്കാഡമി യൂട്യൂബ് ചാനൽ. ഞാൻ അർച്ചന. എൻ്റെ ഈ ചാനലിലെ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെ സജസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും എനിക്ക് കമൻറ്റ് ചെയ്താൽ മതി കമൻറ്റ് ബോക്സിൽ. ഐദർ കമൻറ്റ് ഇൻ ദ കമൻറ്റ് ബോക്സ് ഓർ ഐ ഗിവ് യു മൈ വാട്സ്ആപ്പ് നമ്പർ. ഡു മെസ്സേജ് ഇൻ ദാറ്റ്. Then thank you.